Hello guys, welcome back to a new video. Today we are going to discuss the essay Indian Literature Notes Towards the Category of Indian Literature by Aijaz Ahmad. And the work looks into the complications associated with the category of Indian literature, and he makes references to D.D. Koshambi and S.K. Das to argue on the cultural and literary identity of Indian literature. അതായത് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നത് ഒരു അംബ്രല്ല ടേമാണ്. ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിന് മാത്രം നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ഒരു പെർട്ടിക്കുലർ ജേർണയ്ക്ക് മാത്രം നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കൊരു കാറ്റഗറി ആക്കാൻ പറ്റുന്നത്, അങ്ങനെ സാധിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് എയ്ജാസ് അഹമ്മദ് ഈ ഒരു എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്നത്. And that is what he says when he says that Indian literature is not a distinct unity, but a sum of various specific regional languages created over a period of time. എസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം D.D. കോശംബിയുടെ ഒരു റെഫറൻസ് പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിലെ ഇന്ത്യൻ സ്കോളേഴ്സിൻ്റെ കാര്യം വരുമ്പോഴേക്കും വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടൊരു റിസർച്ച് നടക്കുന്നതെന്നും എത്രമാത്രം ഇന്നെഫിഷ്യൻ്റ് ആയിട്ടൊരു റിസർച്ച് ആണ് അതെന്നും പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ, ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ നടക്കുന്നത് ബ്രിട്ടീഷ് കൊളോണിയലിസം പീരീഡിൻ്റെ സമയത്താണ്. അപ്പോഴാണ് ഓറിയൻ്റലിസ്റ്റ് വരികയും അവരാണ് ഈ ഒരു ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ എല്ലാം നടത്തുന്നത്. So probably we can say the term Indian literature came into being from the 19th century, somewhat of the 19th century, and the efforts were taken by Orientalists and not by the Indian scholars. And he says that since the Orientalists whose main mother tongue was English were the ones who did the research, there is some inefficiency in the study that was conducted, and he calls the research as superficial because it fails to give a better understanding of Indian literature. That is what Koshambi is saying. But Ahmad actually calls the statement ironic. He doesn't agree with it because he says that in metropolitan countries, the texts that have been produced by Indian literatures have actually also been superficial and equally inefficient. അതായത് ഓറിയൻ്റലിസ്റ്റ് ആണ് ഈ ഒരു റിസർച്ചും സ്റ്റഡിയും എല്ലാം നടത്തിയതെങ്കിലും ഇന്ത്യൻ സ്കോളേഴ്സിൻ്റെ ആ ഒരു എഫേർട്ടും ഈക്വലി കുറവായിരുന്നു. അറ്റ്ലീസ്റ്റ് ഓറിയൻ്റലിസ്റ്റ് ദേ വർ ഫോക്കസ്ഡ് ഓൺ പ്രിൻറ്റിങ്, റീപ്രിൻറ്റിങ്, ട്രാൻസ്ലേറ്റിംഗ് ആൻഡ് സ്റ്റഡിങ്, ആൻഡ് they consider the Indian and Arabian literature as equal to the European literature itself. That is what William Jones in his address to the Bengal Asiatic Society in 1776 says, and I quote, "The Sanskrit language, whatever be its antiquity, is of wonderful structure, more perfect than Greek, more copious than Latin, and more exquisitely refined than either." ഓറിയൻ്റലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സാൻസ്ക്രിറ്റ് ലാംഗ്വേജിന് ഒരു ബയസ് അവർ കൊടുത്തിരുന്നു. അപ്പോൾ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ പോലും ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിനായിരുന്നു, ഒരു പെർട്ടിക്കുലർ ലിറ്ററേച്ചറിനായിരുന്നു അവർ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തത്. അങ്ങനെ ഒരു ബയസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം കോശാമ്പി പറയുന്നത് ഒരു സൂപ്പർഫിഷ്യൽ റിസർച്ച് ആണെന്നും ഒരു ഇൻഎഫിഷ്യൻ്റ് ആണെന്നും പറയാൻ കാരണം. പക്ഷേ അഹമ്മദ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് കൗണ്ടർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് അതിനുശേഷം ഇന്ത്യൻ സ്കോളേഴ്സ് വന്നു. അവർ റിസർച്ച് നടത്തിയപ്പോൾ പോലും അവരും ഇതേപോലെ ഓറിയൻ്റലിസ്റ്റിൻ്റെ ആ ഒരു പാത്താണ് ചൂസ് ചെയ്തത്. അതുപോലെ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിന് ഒരു ഇമ്പോർട്ടൻസ് തന്നെയാണ് അവിടെയും കൊടുക്കുന്നത്. അതും ഓറിയൻ്റലിസ്റ്റിൻ്റെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്സാണ് അവർ മീഡിയമായിട്ട് വെക്കുന്നതും. സോ ഹൗ ക്യാൻ യു സേ ദാറ്റ് ദി research that is conducted by the Indian scholars is more perfect? And then he gives reasons for the poor classification of Indian literature. The first is that the lack of institutional support. അതായത് ഇന്ത്യൻ ലിറ്ററേച്ചർ ഒരു അംബ്രല്ല ടേമാണ്. സാൻസ്ക്രിറ്റിന് മാത്രമല്ല ഇമ്പോർട്ടൻസ് വേണ്ടത്, വേറെ പല റീജിയണൽ ലാംഗ്വേജസും ഇവിടെ ഉണ്ട്. പക്ഷേ
എന്താണ് എത്ര റീജിയണൽ ലാംഗ്വേജസ് ഉണ്ടെന്നുള്ളൊരു ഡോക്യുമെൻറ്റേഷൻ നടത്താനോ അതിൽ കൂടുതൽ റിസർച്ച് നടത്താനോ ആ ഒരു റീജിയണൽ ലാംഗ്വേജസിൽ കൂടുതൽ റിസർച്ച് നടത്താനോ പ്രോപ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പ്രോപ്പറായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് കിട്ടുന്നില്ല. അതാണ് മെയിൻ കാരണം. പിന്നീട് രണ്ടാമത്തേത് മീഡിയേറ്റിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അതായത് ഇന്ത്യൻ സ്കോളേഴ്സ് റിസർച്ച് നടത്തുന്നതും ഓറിയൻ്റലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വർക്ക്സിൽ നിന്നാണ്. ഇപ്പോൾ എൻ്റെ മദർ ടങ് മലയാളമാണ്. ഞാനൊരു ഫ്രഞ്ച് വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ obviously since I am not a French speaker by birth, since my mother tongue is not French, there would be mistakes. അതായത് ഒരു ഫ്രഞ്ച് സ്പീക്കറിനെ വെച്ച് നോക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഞാൻ ആ ഒരു ഫ്രഞ്ച് ലാംഗ്വേജിൽ എത്ര ഒരു എക്സ്പേർട്ട് ആണെങ്കിലും എത്ര ഫ്ലുവൻ്റ് ആണെങ്കിലും ഒരു പക്ഷേ അതിൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് ആകാത്തത് കൊണ്ട് ഒരു ഫ്രഞ്ച് വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ട്രാൻസ്ലേഷനിൽ പല മിസ്റ്റേക്സും അല്ലെങ്കിൽ ആംബിഗ്വിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഓറിയൻ്റലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അവർ ഇംഗ്ലീഷിലേക്ക് ഒരു സാൻസ്ക്രിറ്റ് വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഒരു മിസ്ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ മിസ് ട്രാൻസ്ലേഷൻ അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ സ്കോളേഴ്സ് റിസർച്ച് ചെയ്യുമ്പോഴും ഈ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് മിസ്ഇൻ്റർപ്രിറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് വെച്ചിട്ടാണ് അവർ കൂടുതൽ റിസർച്ച് ചെയ്യുന്നത്. So there are bound to be some flaws somewhere in the research process. And that is what he says. And he also again mentions Kosambi at the end by praising him for saying that he was able to produce in a single sweep of narrative of the empirical fact of ancient India and the theoretical position, the very organic principle of narrativization from which narrative was to be assembled. And he also praises Kostambi's link between political purpose and study. And he says that when we engage in Indian literature, then the inefficiencies are empirical and theoretical. Both to achieve clarity in literature, more writing should be done and rewriting should be minimized. അതായത് ഒരു പൊളിറ്റിക്കൽ പേർപ്പസും സ്റ്റഡിയും കൂടി പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ദി കണക്ഷൻ ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് ടെക്സ്റ്റ്. അതായത് ഒരു സാൻസ്ക്രിറ്റ് ലാംഗ്വേജിനും സാൻസ്ക്രിറ്റ് ടെക്സ്റ്റിനും ഒരു ബയസ് വരുമ്പോഴേക്കും ഒരു ഇമ്പോർട്ടൻസ് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും എന്താണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിലീജിയൻ, അതായത് ഹിന്ദുയിസം ആണ് കൂടുതലും അപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കനോണിക്കലായിട്ട് വന്നതും. ബാക്കി റീജിയണൽ ലിറ്ററേച്ചർ എങ്ങനെയാണോ സെക്കൻഡറി പൊസിഷനിലേക്ക് വന്നത്, അതുപോലെ തന്നെ ബാക്കി അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റിലീജിയൻസിന് ഒരു സെക്കൻഡ് പ്ലേസ് എടുക്കേണ്ടി വന്നു. സോ ഇറ്റ് വാസ് ക്ലിയർലി പ്രൊമോഷൻ ഓഫ് ദി സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ആൻഡ് ദി ഹിന്ദുത്വ ദാറ്റ് കെയിം ഇൻ ടു ബീയിങ് with the assimilation of all the other literature and religion. And that is why he emphasizes on more writing than rewriting. And then Koshambi's analysis and understanding of the Sanskrit literature was informed by his commitment to a social and political ideology that is rooted in Marxism. So he believes that literature, like science, should be understood as a function of the age in which it is produced. അതായത് ഒരു സമയത്ത് ഓരോ പോയറ്റും ആ ഒരു ക്ലാസിൻ്റെ സൊസൈറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. സാധാരണ അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ കാളിദാസൻ്റെ വർക്ക്സ് എടുക്കുമ്പോഴും നമ്മൾ ആ ഒരു സെഞ്ചുറിയിൽ എങ്ങനെയാണ് സൊസൈറ്റി ഉണ്ടായിരുന്നത് എന്നായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നാഷണലിസം സമയത്ത് ടാഗോറിൻ്റെ വർക്ക്സൊക്കെ ആണെങ്കിലും നമ്മൾ അപ്പോഴും അവിടെ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു സോഷ്യൽ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് അതൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ നോക്കുന്നത്. ഹി ആക്ച്വലി ടോക്സ് അബൌട്ട് ട്രാൻസെൻഡിങ് ദോസ് ക്ലാസ് ബാരിയേഴ്സ്. ആൻഡ് ദാറ്റ് ഈസ് ഇൻ ടേൺ കണക്റ്റഡ് വിത്ത് വാട്ട് ഐ സെഡ് അബൌട്ട് ദി സാൻസ്ക്രിറ്റ് ബയസ്. അതായത് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകൾ കൂടുതലും എടുത്ത് റിസർച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത് ഹിന്ദു കൾച്ചറിനെ കുറിച്ചും അല്ലെങ്കിൽ സനാതൻ ധർമ്മയെക്കുറിച്ചും അതിൽ പ്രതിപാദിക്കുന്ന ഓരോ ഹിന്ദു ബിലീഫ്സിനെ കുറിച്ചായിരിക്കും കൂടുതൽ അറിയുന്നത്. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് പല റീജിയണൽ ലാംഗ്വേജസ് ഉണ്ട്, പല റീജിയണൽ ബിലീവ്സ് ഉണ്ട്. അതെല്ലാം ഒരു സെക്കൻഡറി പൊസിഷൻ ആക്കപ്പെടുകയാണ് അല്ലെങ്കിൽ അറിയാതെ പോവുകയാണ്.
സോ ദാറ്റ് ഈസ് നോട്ട് ട്രൂ ഇന്ത്യൻ ലിറ്ററേച്ചർ. അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു ലാംഗ്വേജിനെ മാത്രം എടുത്ത് വെച്ചിട്ട് ഇതാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് നിയർലി ഇമ്പോസിബിൾ ആൻഡ് it is frankly nonsensical. So that is what he says in that stanza. That is, Indian literature is not one or many, but rather a whole where many subsystems interact. And that is where the next reference, that is S.K. Das comes in. S.K. ദാസിൻ്റെ മെത്തഡോളജി എന്ന് പറയുന്നത് ഏജ് ബൈ ഏജ് ആയിട്ട് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ തരംതിരിക്കുക എന്നതായിരുന്നു. So he gave a list of authors' birth date, translation, text composition, publications, and classifications in genres. അതായിരുന്നു ദാസിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കാറ്റഗറി ആക്കാൻ ശ്രമിച്ചത് ഇങ്ങനെയായിരുന്നു, ഒരു എംപെറിക്കൽ ഡേറ്റ് തന്നിട്ടായിരുന്നു. അതിൽ നിന്ന് എന്താണ് ഒരു കൺക്ലൂഷനായിട്ട് വന്നത്, ഇന്ത്യൻ ലിറ്ററേച്ചർ അഗെയിൻ നീദർ ഇസ് എ യൂണിറ്റി നോർ ഇറ്റ് ഇസ് എ ടോട്ടൽ ഡിഫറൻഷ്യൽ, ബട്ട് ദർ ഇസ് a nationalism that is produced or seen in almost all the work. അതായത് എസ് കെ ദാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ആ ഒരു ഡിവിഷൻ ഇല്ല, ഒരു യൂണിറ്റി, ഒരു ഡിഫറൻസ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ the one thing that connects every type of literature found in India was the sense of nationalism. ഒരു നാഷണലിസ്റ്റിക് ഫീലിംഗ് എല്ലാ വർക്കിലും, എല്ലാ ലാംഗ്വേജിലും എഴുതിപ്പെട്ടിട്ടുള്ള എല്ലാ വർക്കിലും കാണാൻ പറ്റുന്നുണ്ട്. അതാണ് എന്താണ് ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഒരു എസെൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നതായിരുന്നു ദാസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് അഹമ്മദ് ഡസ് അഗ്രി വിത്ത് ഇറ്റ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്, ബട്ട് ഹീ ഫോക്കസസ് മോർ ഓൺ defining the category of Indian literature. And moreover, Ahmad believes that there is a difficulty in separating a unified conception of Indian literature from Indian nationalism. അതായത് അഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം he does agree to Das' statement on to a certain extent. അതായത് ജോഗ്രഫിക്കലി അല്ലെങ്കിലും ഹിസ്റ്റോറിക്കലി ആയാലും നമുക്ക് കാണാൻ പറ്റും, ഒരു ഏജ് വൈസ് ഒരു ഡിവിഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും there is a sense of nationalism in almost all the work. പക്ഷേ എന്നാൽ പോലും ഒരു ജോഗ്രഫിക്കൽ പ്രോക്സിമിറ്റിയിൽ ഏജസ് അഹമ്മദ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഫോക്കസ് ഇവിടെ എങ്ങനെ ഒരു കാറ്റഗറി ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കാറ്റഗറി ആക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു എസ്സേയിൽ. മാത്രമല്ല നാഷണലിസം എല്ലാ വർക്കിലും ഉണ്ടെന്ന് പറയുമ്പോൾ പോലും there is something, an invisible barrier that is separating Indian literature from Indian nationalism. This is the concept or the belief of Aijaz Ahmad. And then he gives 3 main reasons for the underdevelopment of Indian literature. അതായത് ഒന്ന്, ഞാൻ പറഞ്ഞു, ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന എല്ലാ ലാംഗ്വേജിനും ഒരു കൊടക്കീഴി കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലാംഗ്വേജ് മാത്രം എടുത്തു വെച്ചിട്ട് ഇതാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയാനും സാധിക്കത്തില്ല. കാരണം India has always been a polyglot, multilingual society, and a language is not particular to itself, and neither can we say one writer is only able to write in one language. ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരിയെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ പല ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്, പല ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക്സ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സിംഗിൾ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഓഥറിനെ മാത്രം എടുത്ത് വെച്ചിട്ട് ഇന്ത്യൻ ലിറ്ററേച്ചർ ഇതാണ് അല്ലെങ്കിൽ ഇന്ത്യൻ റൈറ്റർ എന്നത് ഈ ഒരു ആളാണ് എന്ന് പറയാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം. രണ്ടാമത്തെയും മൂന്നാമത്തെയും സെയിം ഒരു ഇതാണ്. ദ സെക്കൻഡ് ഇസ് ദി ഹൈ ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റുവാലിറ്റി, ദ തേർഡ് ഇസ് ദി കനോനൈസേഷൻ. സർട്ടൻ ടെക്സ്റ്റ് ആർ പ്രിവിലേജ്ഡ് ഓവർ അതേഴ്സ്. സെക്കൻഡ് ആൻഡ് തേർഡ് പോയിന്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓറിയൻ്റലിസ്റ്റ് വന്ന സമയത്ത് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതിലൂടെ തന്നെ ഹിന്ദുത്വ പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റ്, ബ്രാഹ്മിൻ കാസ്റ്റിന് കുറച്ചും കൂടി പ്രിവിലേജ് കൊടുക്കുകയും സംഭവിച്ചു. ദിസ് ബയസ് ഇസ് വാട്ട് ഈസ് ദ മെയിൻ പ്രോബ്ലം ഓഫ് ദ പുവർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ. ബാക്കി ബുദ്ധിസം, ജൈനിസം അല്ലെങ്കിൽ തമിഴ് ലിറ്ററേച്ചർ പോലുള്ള അതിലും റീജിയണൽ ആയിട്ടുള്ള വർക്ക്സ് അതെല്ലാം
മനസ്സിലാക്കപ്പെടാതെ പോവുകയും ഒരു സെക്കൻഡറി ടേർഷ്യറി പ്ലേസ് കിട്ടുകയും ചെയ്യുന്നു. And the next thing is our sense of the text is always based on the dominant version of the text. ഇപ്പോൾ മഹാഭാരതത്തിൽ നിന്നെല്ലാം പല വേർഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം എഴുതപ്പെട്ട എന്താണോ അല്ലെങ്കിൽ ഡോമിനൻ്റ് ആയിട്ട് എല്ലാവരും പറയുന്ന വേർഷൻ ഏതാണോ അതാണ് നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്നത്. ആ ഒരു ടെൻഡൻസി നമുക്കുണ്ട്. So that is also another reason for the poor development of Indian literature. And to conclude, Ahmad is a Marxist and he shuns the post-colonial situation adopted by Edward Said. He wants to reclaim post-colonialism and he believes literature plays an important role in it. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ പോലത്തുള്ളൊരു ഇന്ത്യൻ ലിറ്ററേച്ചറിന് ഒരു തേർഡ് വേൾഡ് ലിറ്ററേച്ചറിൻ്റെ അകത്ത് ഒറ്റൊരു കൊടക്കീഴിൽ ഒരു ഹോമോജനൈസ് ചെയ്യാനുള്ളൊരു എഫേർട്ട് നടത്തുന്നത് ഡിഫിക്കൽട്ടാണെന്ന് മാത്രമല്ല ഇറ്റ്സ് നിയർലി ഇമ്പോസിബിൾ. ആൻഡ് ദാറ്റ് ഇസ് വൈ ഇൻ ദ എസ്സേ he talks about the difficulties faced by scholars in constructing a category for Indian literature. So the main point is that the conclusion is that homogenizing of third world literature like Indian literature is problematic because it is a polyglot multilingual society and genre of literature. There are millions of languages, millions of genres and writers who write in different languages, and due to the lack of institutional support and recognition, that is the main, and certain bias for certain languages and writers, that is the main reason why we are not able to classify Indian literature properly or even contribute to the development of Indian literature. That is the conclusion of the essay, and I hope this was useful. Please share your thoughts and opinions in the comment section and like the video if you are able to understand it, and subscribe my channel if you haven't already for more content. I'll see you in the next video. Thank you.